അബി, ഈശ്വരനെ ഓർത്ത് നീ ഇങ്ങനെ ഓരോന്ന് പറയല്ലേ. മീരയെ വേദനിപ്പിക്കരുത്. അതൊരു പാവാ. ഞാനായിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ഒരിക്കൽ നിനക്ക് മനസ്സിലാവും. എനിക്ക് മീരയെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. നിങ്ങൾ വന്നപ്പോ അവളെ കൂടി കൊണ്ടുവരായിരുന്നില്ലേ? അത് ആദർശേ, നിങ്ങൾ മറക്കണ്ട. കാര്യം ആദർശനോട് പറഞ്ഞേക്ക്. എന്താ കാര്യം? നിനക്ക് മീരയെ കാണണമെന്നുണ്ട്. പക്ഷെ നിന്റെ ഭാര്യയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ല. ഞങ്ങള് വരാൻ നേരം അവളെ വിളിച്ചതാ. പക്ഷെ അവൾക്ക് വരണ്ട. വക്കീലിനെ കണ്ട് കേസിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ അമ്മ അവളോട് പറഞ്ഞപ്പോ അതിന് അവൾക്ക് താല്പര്യമില്ല. എന്റെ ആദർശേ, നീ ഈ കാണിക്കുന്ന സ്നേഹമൊന്നും അവൾക്ക് നിന്നോടില്ല. അവൾക്കെപ്പോഴും അമ്പലവും പൂജയാണ് പ്രധാനം. കേസിൽ നിന്ന് നിന്നെ രക്ഷിക്കാനുള്ള വഴി നോക്കുന്നതിന് പകരം പ്രാർത്ഥനയും വഴിപാടും മതിയെന്ന അവളുടെ വാദം. കോടതിയിൽ വന്ന് ഭഗവാന് കേസ് വാദിക്കാൻ പറ്റില്ലല്ലോ. അതിന് വക്കീല് തന്നെ വേണ്ടേ? മീര അങ്ങനെ എന്നെ മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്ക് തോന്നണ്ട, പക്ഷെ അതാണ് സത്യം. അബി വേണ്ട, നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് ആദർശനെ വിഷമിപ്പിക്കാതെ. പറയേണ്ട കാര്യം പറയാതിരിക്കാൻ പറ്റുമോ? അവളുടെ തനി സ്വഭാവം ഇവ അറിഞ്ഞിരിക്കണം. ഈ അവസ്ഥയിൽ ഇവിടെ കഴിയുമ്പോ പാവം ഇവൻ ഓർക്കുന്നത് അവളെ കുറിച്ചാ. എന്നിട്ടും ആ മീരയ്ക്ക് ഇവനെ ഒന്ന് വന്ന് കാണാൻ പോലും തോന്നുന്നില്ലല്ലോ. മീര വരാതിരുന്നെങ്കിൽ അതിന് അതിൻ്റെതായ എന്തെങ്കിലും കാരണം ഉണ്ടാവും. ശരി, ഞാൻ തർക്കിക്കുന്നില്ല. ഞങ്ങളിപ്പോ വന്നത് മറ്റൊരു കാര്യം കൂടി പറയാനാ. എന്താ കാര്യം? പറ വിഘ്നേഷേട്ടാ. അത് പിന്നെ ആദർശേ, നീ ഇല്ലാത്തോണ്ട് കമ്പനിയിലെ പല കാര്യങ്ങളും അവതാളത്തിലാ. നിനക്കല്ലേ സൈനിങ് പവർ, അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അതിന് അമ്മയില്ലേ? അമ്മയ്ക്ക് കാര്യങ്ങൾ നോക്കാലോ. അതാ ആദർശം ഞാൻ നേരത്തെ പറഞ്ഞത്. അമ്മയ്ക്ക് ഒന്നിനും വയ്യ. ഏത് സമയം നിന്നെ ഓർത്ത് കരച്ചില്ല. അതുകൊണ്ട് നീ മറ്റാരുടെങ്കിലും പേരിൽ ഈ പവർ ഓഫ് അറ്റോർണി സൈൻ ചെയ്ത് തന്നാ മതി. ഇപ്പൊ വിഘ്നേഷേട്ടനാണ് കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഞാൻ അതേക്കുറിച്ചൊന്ന് ആലോചിക്കട്ടെ. എന്നിട്ട് എന്താ വേണ്ടതെങ്കിലും അതുപോലെ ചെയ്യാം. സാവകാശം ആലോചിച്ചിട്ട് മതി. നീ മീരയെ ഒന്നും കൊണ്ട് പറഞ്ഞു വിടണം. എന്റെ ആദർശം എനിക്ക് പറയാനേ പറ്റൂ. കെട്ടി വലിച്ച് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ആദർശ വിഷമിക്കണ്ട, സമാധാനമായിട്ടിരിക്കെ. ഈ കഷ്ടകാലം പെട്ടെന്ന് മാറും, എല്ലാം ശരിയാവും. നമുക്ക് പോവാം വിഘ്നേഷേട്ടാ. അവന് കാണേണ്ടത് നമ്മളെയൊന്നും അല്ല, അവന്റെ ഭാര്യയെയാ. ഓരോ നിമിഷവും ഇവനെ കുറിച്ച് ഓർത്ത് ഉരുകുന്ന നമ്മൾ വന്നിട്ട് യാതൊരു വിലയില്ല. ഭാര്യയെ കാണണമെന്നല്ലാതെ വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോന്ന് നോക്കിയേ. എടി, നീ ഒന്ന് അടങ്ങി. സ്ഥലവും സാഹചര്യം നോക്കാതെ ഓരോന്ന് വിളിച്ച് പറയാതെ. സാരമില്ല വിഘ്നേഷേട്ടാ, അഭി എനിക്കറിയാത്തതല്ലോ. നിങ്ങൾ ചെല്ല്. ബാക്കി കാര്യങ്ങൾ ഞാനൊന്ന് ആലോചിച്ചിട്ട് അറിയിക്കാം. ശരി, ഞങ്ങള് പോവാ. നീ ഒന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. എത്രയും പെട്ടെന്ന് പുറത്തു വരാൻ സാധിക്കും. ആദർശനെ കണ്ടു അഭിചേച്ചി? കണ്ടു. നിങ്ങൾ എന്തു പണിയാ കാണിച്ചത്? നിങ്ങൾക്കൊപ്പം വരാൻ മീര എപ്പം മുതൽ റെഡിയായിരിക്കുക? അതമ്മേ, ഞങ്ങൾ പോയ സ്ഥലത്ത് നിന്ന് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിറങ്ങാൻ വൈകി. പിന്നെ ഇവിടെ വന്ന് മീരയും കൂട്ടിക്കൊണ്ട് പോവാൻ നിന്നാ ഇന്ന് ആദർശനെ കാണാൻ സാധിക്കില്ല. അപ്പൊ വിഘ്നേഷേട്ടനെ പറഞ്ഞത് നമുക്ക് പോവാം, മീരെ വേറൊരു ദിവസം കൊണ്ടുപോവാന്ന്. അല്ലേ വിഘ്നേഷേട്ടാ? അതെ അതെ. എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ വിവരം ഒന്ന് വിളിച്ചറിയിക്കായിരുന്നില്ലേ? മീര ഇവിടെ റെഡിയായി നിൽക്കുകയാണെന്ന് നിങ്ങൾക്ക് അറിയായിരുന്നല്ലോ. അപ്പോഴത്തെ ധൃതിയിൽ അത് മറന്നുപോയമ്മേ. പിന്നെ നമ്മുടെ അത്യാവശ്യം ആദർശിനെ കണ്ട ഓഫീസിലെ കാര്യങ്ങൾ സംസാരിക്കായിരുന്നില്ലേ എന്ന് കരുതി ഈ കുട്ടിയുടെ സങ്കടത്തിന് ഒരു വിലയില്ലേ? സാരമില്ലമ്മേ, എനിക്കിനിയും പോയി ആദർശനെ കാണാലോ. അതെ, അതിന് അമ്മ ഈ വെറുതെ. അമ്മ കണ്ടോ, ആ മീരയ്ക്ക് കാര്യം മനസ്സിലായി. അതെ, എനിക്കും കാര്യങ്ങൾ മനസ്സിലായെന്ന് നീ അങ്ങ് കൂട്ടിക്കോ. ആദർശൻ എന്താ പറഞ്ഞേ? അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ?
ആദർശിന് കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്തിട്ടാ ആദർശിന് വിഷമം. ആ, അതെ, അമ്മയെ നന്നായി നോക്കണം, വിഷമിപ്പിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞു. എന്നെ തിരക്കിയോ ചേച്ചി ആദർശേട്ടൻ? ഇല്ല, അതിലും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ സംസാരിക്കാൻ. അതുകൊണ്ടാവും നിന്റെ ഒരു കാര്യവും ചോദിച്ചില്ല. അബി, അത് തന്നെയാ വിഘ്നേഷേട്ട ഞാൻ പറയുന്നത്. നിങ്ങളൊന്നും മിണ്ടാതിരിക്കും. മീരയുടെ കാര്യങ്ങൾ ഞാൻ അവനോട് പറഞ്ഞപ്പോ അത് കേൾക്കാൻ അവന് ഒരു താല്പര്യവും കാണിച്ചില്ല. അതെന്താണെന്തോ. മോള് വിഷമിക്കാതെ, അവൻ ടെൻഷൻ കാരണം മറന്നതാവും. എനിക്ക് വിഷമമൊന്നുമില്ലമ്മേ. ആദർശേട്ടനെ എനിക്കറിയാം. അല്ലെങ്കിൽ അവൾക്ക് ഈ കാര്യത്തിലൊന്നും വിഷമം തോന്നില്ല. ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിലല്ലേ ഇവൾക്ക് സങ്കടമുള്ളൂ, അല്ലേ മീരേ? നീ എന്തിനാ അഭി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? പോയ കാര്യം പറ. പവർ ഓഫ് അറ്റോർണിയുടെ കാര്യത്തിൽ ആദർശ് എന്താ തീരുമാനം പറഞ്ഞത്? അതേക്കുറിച്ച് ആലോചിച്ചിട്ടൊരു തീരുമാനം പറയുന്നതാണ് ആദർശ് പറഞ്ഞത്. ആ പിന്നെ അമ്മ ഇങ്ങനെ വീട്ടിൽ വിഷമിച്ച് ചടഞ്ഞുകൂടിയിരിക്കാതെ ഓഫീസിൽ പോണെന്ന് പ്രത്യേകം പറയാനും അവൻ പറഞ്ഞു. അതിനെക്കുറിച്ച് നിങ്ങൾ ഇനി ആരും ഒന്നും പറയണ്ട. എന്റെ തീരുമാനം ഞാൻ പറഞ്ഞതല്ലേ. എന്റെ മോൻ എത്രയും പെട്ടെന്ന് ഇവിടെ തിരിച്ചു വരണം, അത് മാത്രം മതി എനിക്ക്. ആലോചിച്ച് ആദർശ് നല്ലൊരു തീരുമാനം ഉടനെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അമ്മേ, അവനെ ആ അവസ്ഥയിൽ അവിടെ കണ്ടപ്പോ എന്റെ നെഞ്ചു തകർന്നു പോയി. ഇങ്ങനൊരവസ്ഥ അവന് വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ലല്ലോ. എല്ലാം സമയദോഷം തന്നെയാ. അതുകൊണ്ടാ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. സമയദോഷമാണോ ഇനി മറ്റെന്തെങ്കിലും ദോഷമാണോ എന്ന് ആർക്കറിയാം. എന്ത് ദോഷമാണെങ്കിലും അനുഭവിക്കുന്നത് ആ പാവം ആദർശ. ഒരുപാട് നാളൊന്നും ഭഗവാൻ ആദർശേട്ടനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തില്ല, എനിക്ക് ഉറപ്പാ. അതെ, ആ വിശ്വാസത്തിലാ ഓരോ ദിവസവും ഞാനും മുന്നോട്ട് പോകുന്നത്. ഇതിന്റെയൊക്കെ പിന്നില് ആരൊക്കെയുണ്ട്? അവരുടെ ലക്ഷ്യം ആദർശനെ ജയിലിലാക്കുക മാത്രമല്ല, നമ്മളെ എല്ലാവരെയും തകർക്കുക എന്നുള്ളത് കൂടിയായിരിക്കും. അതുകൊണ്ടാ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അത് ശരിയാ. പക്ഷെ ഒരു കാര്യമുള്ളത്, ഈ പ്രശ്നമെല്ലാം ഉണ്ടാകുന്നത് ആദർശിന്റെ വിവാഹശേഷം ആണെന്നുള്ളതാണ്. വിവാഹം കഴിഞ്ഞ ഉടനെ ഇങ്ങനെ ഒരു ശത്രു ഉണ്ടാകണമെങ്കിൽ അത് ആദർശിന്റെ മാത്രം ശത്രു ആകണമെന്നില്ല. മീരയോട് ദേഷ്യമുള്ള ആരെങ്കിലും ആകാനും സാധ്യതയുണ്ട്. എന്നോട് ദേഷ്യമുള്ളവരോ? അതെ, മീരയ്ക്ക് അങ്ങനെ ശത്രുക്കൾ വല്ലതും ഉണ്ടോ? ഇല്ല. ഇല്ലേ? നിനക്കെന്താ അഭി? പുതിയ കഥ മനയാതെ കേറിപ്പോയേ. ഓ, അമ്മയ്ക്ക് മരുമകളെ പറ്റി പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. ഞാനൊന്നും പറയുന്നില്ല. വാ മനുഷ്യ ഇങ്ങോട്ട്. മോളെ, അവള് പറയുന്നൊന്നും മോള് കാര്യാക്കണ്ട. ചെറുപ്പം മുതലേ അബിയുടെ സ്വഭാവം ഇങ്ങനെയാ. വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടും. അത് മനസ്സിൽ വെക്കാതെ വെട്ടിത്തുറന്ന് പറയുകയും ചെയ്യും. ഞാൻ കാരണം ആദർശേട്ടനൊരു ദോഷം വന്നു എന്ന് പറയുന്നത് കേൾക്കുന്നതിലാ എനിക്ക് സങ്കടം. അവള് പറയുന്നതിൽ കാര്യമില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മോള് വിഷമിക്കാതെ. മീര, ആദർശേട്ടാ, താൻ കരയാതിടോ, കണ്ണു തുടക്കേ. താൻ എന്നെയും വെറുതെ വിഷമിപ്പിക്കുമല്ലോ. താനെന്താ അബിയുടെ കൂടെ വരാതിരുന്നേ? അതവര് വേറെ എവിടെ പോയിട്ടാ വന്നത്. എന്നെ വിളിക്കാൻ വന്നോ വിസിറ്റിംഗ് ടൈം കഴിഞ്ഞു പോകുന്നു പറഞ്ഞു. മോൾക്ക് ആദർശനെ കാണഞ്ഞിട്ട് വലിയ വിഷമമായിരുന്നു. അതാ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്. ആ പിന്നെ മീര, നിങ്ങൾ തിരികെ പോകുമ്പോൾ
ജയിൽ സൂപ്രണ്ടിനെ കണ്ടിട്ട് പോവുള്ളൂ. എന്തിനാ അത്? കമ്പനിയിൽ ഞാൻ ഇല്ലാത്തതുകൊണ്ട് അവിടെ ഫയലൊന്നും സൈൻ ചെയ്യാതെ മൂവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ വരും വരെ എല്ലാം സൈൻ ചെയ്യാനുള്ള അധികാരം തനിക്ക് തരുന്ന പവർ ഓഫ് അറ്റോർണിയാണത്. അത് അദ്ദേഹത്തിൻ്റെ ഓഫീസിലുണ്ട്. അതൊക്കെ അമ്മയോ അഭിചേച്ചോ ആരെങ്കിലും നോക്കിക്കൊള്ളില്ലേ? അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞു. അഭിയെ ഏൽപ്പിച്ചാൽ ഞാൻ തിരികെ വരുമ്പോൾ അവിടെ കമ്പനിയുടെ അടിത്തറ പോലും ഉണ്ടാവില്ല. അവളെല്ലാം വിറ്റ് ലിപ്സ്റ്റിക്ക് വാങ്ങി ബാക്കി ബ്യൂട്ടി പാർലറിലും കൊടുത്ത് തീർക്കും. എടോ, താനിങ്ങനെ മസിൽ പിടിച്ച് നിന്ന് സീൻ ഡാർക്കാക്കുന്നല്ലോ. ഞാനൊരു തമാശ പറഞ്ഞല്ലേ, ചെറുതായിട്ടൊക്കെ ഒന്ന് ചിരിക്കാം. ആ അങ്കിൾ, എന്തൊക്കെയുണ്ട് വിശേഷം? ആൻറ്റിക്കും സൂരജിനൊക്കെ സുഖമല്ലേ? എല്ലാവരും ഞാൻ അന്വേഷിച്ചെന്ന് പറയണം. പറയാം. അങ്കിളെ, ഞാൻ മീരോടൊന്ന് തനിച്ച് സംസാരിച്ചോട്ടെ? പിന്നെന്താ, ഞാൻ പുറത്ത് നിൽക്കാം. ആ, താങ്ക് യു അങ്കിൾ. എനിക്ക് തന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനിതുവരെ ആരോടും പറയാത്ത സത്യമാണ്. ഇനി അതൊരു ഭാരമായിട്ട് നെഞ്ചിൽ വയ്ക്കാൻ വയ്യ. അതുകൊണ്ടാണ് തന്നോട് പറയുന്നത്. മീര കരുതും പോലെ ഇന്ദുവിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ഓഫീസിൽ വെച്ചല്ല. അതിനു മുമ്പേ ഇന്ദുവിനെ എനിക്കറിയാം. ഞാൻ വിദേശത്തായിരുന്ന സമയത്ത് ഒരു ദിവസം രാത്രി ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് ഡ്രൈവിന് പോയി. ഇടയ്ക്ക് വീക്കെൻഡ് ആഘോഷിക്കാൻ ഞാനങ്ങനെ പോകാറുള്ളതാ. പക്ഷേ അന്നൊരു വളവ് തിരിഞ്ഞ് കയറുമ്പോൾ കാറിലെന്തോ ശക്തിയായിട്ട് തട്ടി ഉയർന്നു വീണു. ഞാൻ പെട്ടെന്ന് കാർ നിർത്തി ഇറങ്ങി നോക്കുമ്പോൾ അതൊരു പയ്യനായിരുന്നു. അവൻ സൈഡിൽ ബൈക്ക് വെച്ച് എന്തോ ആവശ്യത്തിനായിട്ട് ക്രോസ് ചെയ്തതാ. ആ ആക്സിഡന്റിൽ അയാൾ എൻ്റെ മടിയിൽ കിടന്ന് മരിച്ചു. ആ ഭാഗത്ത് ആരും ഇല്ലാത്തതുകൊണ്ടും എന്നെ ആരും കാണാതിരുന്നുകൊണ്ടും ഞാൻ അയാളെ അവിടെ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. പക്ഷെ അതിനുശേഷം ഒരു രാത്രി പോലും മനസ്സമാധാനത്തോടെ ഞാൻ ഉറങ്ങിയിട്ടില്ല. കണ്ണടച്ചിൽ അയാളുടെ രൂപം കൺമുന്നിൽ വരും. അയാൾ അവസാനം അമ്മയെന്ന് വിളിച്ചത് എൻ്റെ ചെവിയിൽ മുഴങ്ങും. അന്ന് മരിച്ച ആളുടെ ഡീറ്റെയിൽസ് ഞാൻ അന്വേഷിച്ചെടുത്തു. അത് ഇന്ദുവിൻ്റെ ബ്രദറായിരുന്നു. അയാളോടെ പഠിക്കാൻ വന്നത്. അയാളും വീക്കെൻഡ് ആഘോഷിക്കാൻ ഹിൽ സ്റ്റേഷനിലേക്ക് വരാറുണ്ടായിരുന്നു. എല്ലാം അറിഞ്ഞതോടെ എനിക്കവിടെ നിൽക്കാൻ പറ്റാതെ ഞാൻ തിരികെ നാട്ടിലേക്ക് വന്നു. അയാളുടെ വീടെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ഇന്ദുവിൻ്റെ ബ്രദറിനെ പഠിപ്പിക്കാനായി അവരുടെ സമ്പാദ്യം എല്ലാം തീർത്തിരുന്നു. ആ മരണത്തോടെ ആ കുടുംബത്തിൻ്റെ എല്ലാ പ്രതീക്ഷയും തകർന്നു. അവർക്കൊരു സഹായമാവാൻ വേണ്ടി ഇന്ദുവിനെ ആരും അറിയാതെ ഞാൻ ശുപാർശ ചെയ്താണ് ബാംഗ്ലൂർ ഓഫീസിൽ ജോലിക്കെടുത്തത്. ഇക്കാര്യം ഇന്ദുവിനും അറിയില്ല. പിന്നെ ഞാൻ പതിയെല്ലാം മറക്കാൻ ശ്രമിച്ചു. പക്ഷേ ഉറങ്ങാൻ പറ്റാത്തൊരു മെന്റൽ ഇഷ്യൂ എനിക്കുണ്ടായി. ഞാൻ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കാൻ തുടങ്ങി. വിവാഹം കഴിച്ചാൽ എൻ്റെ പ്രശ്നങ്ങൾ കൂടുമെന്ന് കരുതി വിവാഹത്തിൽ നിന്ന് മാറി നിന്നു. അതിനുശേഷമാണ് തന്നെ കണ്ടതും വിവാഹം നടന്നുമെല്ലാം. താൻ ജീവിതത്തിലേക്ക് വന്നോടെ എൻ്റെ പ്രശ്നങ്ങൾ മാറി തുടങ്ങി. ഇപ്പോഴാണ് ഇന്ദു ബാംഗ്ലൂർ ഓഫീസിൽ റിസൈൻ ചെയ്യാൻ തുടങ്ങിയതും നമ്മൾ ഇവിടേക്ക് ട്രാൻസ്ഫർ കൊടുത്തതും. കഴിഞ്ഞ ദിവസം ഇന്ദുവിൻ്റെ ബ്രദർ മരിച്ച കാര്യം താൻ പറഞ്ഞപ്പോൾ ഞാൻ ആകെ അപ്സെറ്റായിപ്പോയി. എൻ്റെ പഴയ മെൻ്റൽ ട്രോമ ട്രിഗറായി. ഇന്ദുവിനെ വഴക്ക് പറഞ്ഞുകൂടി ഓർത്തപ്പോൾ ടെൻഷനായി. അതാ ഞാൻ ഇന്ദുവിനോട് സോറി പറയാൻ വീട്ടിലേക്ക് ചെന്നത്. അവിടെ ഇന്ദു ഒറ്റയ്ക്കായിരുന്നു. അച്ഛനും അമ്മയും എവിടെ പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ അകത്ത് കയറാതെ ഇന്ദുവിനെ യാദൃശ്യമായിട്ട് കണ്ടതുപോലെ തിരികെ പോന്നു. പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. രാവിലെ ഇന്ദുവിൻ്റെ മരണവാർത്ത കേൾക്കുമ്പോഴാണ് ഞാൻ വിവരം അറിയുന്നത്. ഇന്ദുവിനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇന്ദുവിൻ്റെ സഹോദരൻ എൻ്റെ ഈ കൈ കിടന്ന മരിച്ചത്. അന്ന് ഞാൻ അറിയാതെ ചെയ്ത് തെറ്റില്ല. ഈശ്വരൻ
എനിക്ക് തന്ന ശിക്ഷയാവൂ ഇത്. നമ്മൾ ചെയ്യുന്ന തെറ്റിന്റെ ഫലം നമ്മൾ അനുഭവിച്ചല്ലേ പറ്റൂ. ഈ കേസിൽ നിന്നും ഞാൻ രക്ഷപ്പെടുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇനി താൻ വേണം കമ്പനി നോക്കേണ്ടത്. അമ്മ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യും. നമുക്ക് ചുറ്റും ഒരുപാട് ശത്രുക്കളുണ്ട്. താൻ സൂക്ഷിക്കണം. ആദർശേട്ടൻ വിഷമിക്കാതെ, എല്ലാം ശരിയാവും. ഇന്ദുവിന് എന്താ സംഭവിച്ചെന്ന് തെളിയും. സത്യം ഒരു ദിവസം പുറത്തു വരും. യഥാർത്ഥ കുറ്റവാളിയെ പോലീസ് കണ്ടെത്തും, അത് ഉറപ്പാ. നമുക്ക് നോക്കാം. തന്നോടെല്ലാം പറഞ്ഞപ്പോൾ ഒരാശ്വാസം തോന്നുന്നു. താൻ പോയിക്കോ. വിസിറ്റിംഗ് ടൈം കഴിയാറായി. ഇടയ്ക്ക് കാണാൻ വന്നാൽ മതി. ഞാൻ വരാം. ആ ശരി. പവർ ഓഫ് അറ്റോർണി ആദർശ് എന്റെ പേരിലോ വിഘ്നേഷിന്റെ പേരിലോ അല്ലേ തരേണ്ടത്. കണ്ണി കണ്ടവർക്കൊക്കെ കമ്പനിയുടെ അധികാരം കൊടുത്താം കമ്പനിയുടെ ഭാവി എന്താവും? ഒന്നാമതേ കമ്പനി ക്രൈസിസിലാ. 4 ചുറ്റും ശത്രുക്കളാ. എല്ലാം അവനെ അറിയാവുന്നതല്ലേ. പിന്നെ എന്ത് ധൈര്യത്തിൽ അവനെല്ലാം കൂടി മീരയ്ക്ക് സൈൻ ചെയ്ത് കൊടുത്തത്? ഇതൊക്കെ അറിഞ്ഞിട്ട് അമ്മ എന്താ പ്രതികരിക്കാത്തത്? എടീ, നീ ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് എന്താ കാര്യം? നിനക്ക് എന്തെങ്കിലും ചോദിക്കാനാണെങ്കിൽ നീ ആദർശനോട് വേണം ചോദിക്കാൻ, അല്ലാതെ എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അബി, നീ ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കിയേ. ആദർശ് ഇങ്ങനെ ചെയ്തതിന് അവനെ തെറ്റു പറയാൻ പറ്റുമോ? നമുക്കൊരു കമ്പനി ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാ ഞാൻ എല്ലാം നിനക്കല്ലേ എഴുതി തരൂ. അല്ലാതെ വിസ്മയിക്കോ അവളുടെ ഭർത്താവിനെ എഴുതി കൊടുക്കോ? ആഹാ, ആ ന്യായം കൊള്ളാലോ. ഈ കമ്പനി ആദർശ് കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ല, എന്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അതിൽ തുല്യ അവകാശം എനിക്കും ഉണ്ട്. കമ്പനിയുടെ മേജർ ഷെയർ എന്റെ പേരിലുള്ളതാണ്. ഒരു ബോർഡ് മീറ്റിംഗ് വിളിക്കാതെ, ഒരു റെസൊല്യൂഷൻ പാസ്സാക്കാതെ അവന് തോന്നിയതുപോലെ സൈനിങ് പവർ അവൾക്ക് എങ്ങനെ കൊടുക്കും? നീ എന്താ അബി ഇങ്ങനെ വിവരമില്ലാതെ സംസാരിക്കുന്നത്? ആദർശ് ജയിലിൽ കിടന്ന് എങ്ങനെ ബോർഡ് മീറ്റിംഗ് നടത്താനാണ്? ഇതൊരു ഫാമിലി ബിസിനസ് അല്ലേ? എല്ലാം റൂൾസ് നോക്കിയാണോ നടത്തുന്നത്? ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് മീറ്റിംഗ് വിളിച്ചു കൂടിയാണോ? ഇതുവരെയല്ല, പക്ഷെ ഇനി അത് പറ്റാത്ത അവസ്ഥയിലേക്കാ കാര്യങ്ങൾ പോകുന്നത്. ആദർശ് തനിയെ തീരുമാനങ്ങൾ എടുത്ത് അവന്റെ തോന്നിയാസത്തിന് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അവന് ഓഫീസിലെ സ്റ്റാഫിനെ കല്യാണം കഴിക്കണമെന്ന് തോന്നി. അമ്മ അതിനെ സപ്പോർട്ട് ചെയ്തു. ആ കല്യാണം നടന്നു. ഇപ്പൊ കമ്പനിയുടെ ഭരണവും അവളെ ഏൽപ്പിക്കണമെന്ന് തോന്നിയാ എന്ത് ചെയ്യും? ഈ പോക്ക് പോയാ നാളെ ഈ വീട് സ്വത്തുക്കളും എല്ലാം അവൾ അവളുടെ പേരിൽ എഴുതി വാങ്ങിക്കും. എന്നിട്ട് അമ്മയടക്കം നമ്മളെല്ലാവരെയും തെരുവിലേക്ക് ഇറക്കി വിടും. വേണ്ട സമയത്ത് പ്രതികരിക്കാതിരുന്ന അതാണ് സംഭവിക്കാൻ പോകുന്നത്. എടീ, നീ ഇങ്ങനെയൊക്കെ കാട് കയറി ചിന്തിക്കാതെ അബി. അതിന് മാത്രം പ്രശ്നമൊന്നും ഇവിടെ ഇല്ലല്ലോ. ആദർശ് തിരിച്ചു വരുന്നത് വരെ കമ്പനിയുടെ കാര്യങ്ങൾ മുന്നോട്ട് പോവാൻ അവൻ സൈനിങ് പവർ കൊടുത്തു എന്നല്ലേ ഉള്ളൂ. മീരയ്ക്കാണെങ്കിൽ കമ്പനിയിലെ കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. നിന്നെ ഇതെല്ലാം ഏൽപ്പിച്ച നീ ഇതെല്ലാം കൂടി എന്ന് പഠിച്ചെടുക്കാനാ? ഓഫീസിൽ ചെല്ലുമ്പോ അവിടുത്തെ ജോലിക്കാർക്ക് കാര്യങ്ങളെല്ലാം അറിയാലോ. അവര് പറയുന്ന സ്ഥലത്ത് ഒപ്പിട്ട് കൊടുക്കാൻ എന്താ ഇത്ര പഠിക്കാനിരിക്കുന്നത്? ബെസ്റ്റ്. എന്താ ഏതാന്നൊക്കെ നോക്കാതെ വെറുതെ അങ്ങ് ഒപ്പിട്ട് കൊടുത്താലേ ആദർശ് തിരിച്ചു വരുമ്പോഴേ ദേവ ബിൽഡേഴ്സിന്റെ പൊടി പോലും ഉണ്ടാവില്ല. ഞാൻ അത്ര പൊട്ടിയൊന്നും അല്ല. എന്തിലാണ് സൈൻ ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് വായിച്ചു നോക്കി മനസ്സിലാക്കാൻ അറിയാം. അബി, നീ വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ല കാര്യങ്ങള്. ചില ഇന ജോലികൾ കാണുമ്പോൾ അത് നല്ലതാണെന്ന് തോന്നും, ചിലപ്പോൾ എളുപ്പമാണെന്ന് തോന്നും. പക്ഷേ നമ്മൾ ആ മേഖലയിൽ ഇറങ്ങി പഠിച്ച് ആ ജോലി ചെയ്യാൻ തുടങ്ങുമ്പോഴേ മനസ്സിലാവൂ അയാൾക്കത് എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്യാനുള്ള കഴിവും എക്സ്പീരിയൻസും ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ സാധിച്ചത്. ഓരോ വലിയ പൊസിഷൻസും ഒരു തരത്തിൽ മുൾക്കിരീടം തന്നെയാണ്. ചിലരത് ആസ്വദിക്കുന്നു, ചിലരത് വേദനയോട് അംഗീകരിക്കുന്നു. അത്രയുള്ള വ്യത്യാസം. നിങ്ങൾ ഈ സാരോപദേശം എന്റെ അടുത്ത് വിളമ്പുന്നതേ ഞാൻ മീരയോട് വഴക്കുണ്ടാക്കാതിരിക്കാനല്ലേ? ഏയ്, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ല. നിങ്ങൾ ആള് കള്ളനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ശരിക്കും ആലോചിച്ചിട്ട് തന്നെ ഇതെല്ലാം പറഞ്ഞത്. നിങ്ങൾ മനസ്സിൽ കണ്ടാലേ ഞാൻ മാനത്ത് കാണും. അവളുടെ ഒരു കൈവശത്തിന്റെ മിടുക്ക് നോക്കണേ. എന്റെ ഭർത്താവ് വരെ വാദിക്കുന്നത് അവൾക്ക് വേണ്ടിയിട്ടാ.
അമ്മ അവൾക്ക് സപ്പോർട്ടാണ്, ഭർത്താവാണെങ്കിൽ സർവസ്വവും അവൾക്ക് എഴുതി കൊടുക്കുന്നു. ഞാൻ കൂടി അവളുടെ വലയിൽ വീണിരുന്നുവെങ്കിലേ എല്ലാം പൂർത്തിയായേനെ. നിങ്ങൾ എന്താ ഇപ്പൊ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്ത് മിണ്ടാനാണ്? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നീ പറയും ഞാൻ മീരെ ന്യായീകരിക്കുകയാണെന്ന്. അത് ശരിയല്ലേ? ഞാൻ ന്യായീകരിക്കുന്നില്ല, അതാണ് മിണ്ടാത്തത്. അവളെ ന്യായീകരിക്കാനല്ലാതെ നിങ്ങൾ വാ തുറക്കില്ലല്ലോ. എടി നിനക്ക് എന്താ അഭി? നിനക്ക് ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത് 4 വാക്ക് പറഞ്ഞാൽ എന്താ? ഞാനല്ലേ നിങ്ങളുടെ ഭാര്യ, നിങ്ങൾ എന്നെയല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത്? കുറച്ചു മുമ്പ് ആദർശ് അവൾക്ക് എല്ലാം കൊടുക്കുന്നത് ന്യായീകരിച്ചല്ലോ. എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്റെ ഭർത്താവില്ല. ഇനി അതിനിപ്പോ പുറത്തു നിന്ന് ആളെ കൊണ്ടുവരണമെന്നാ തോന്നുന്നത്. എന്റെ പൊന്നഭി, ഞാൻ എന്താ എങ്ങനെ പറയേണ്ടതെന്നും ചെയ്യേണ്ടതെന്നും നീ പറഞ്ഞാ മതി, ഞാൻ അതുപോലെ ചെയ്തോളാം. വെറുതെ വഴക്കുണ്ടാക്കാതെ. ഓ, പിന്നെ ഒരു ത്യാഗി വന്നിരിക്കുന്നു. നിങ്ങൾ ഒരു കാലത്ത് നന്നാവാൻ പോകുന്നില്ല. പോടുന്നു. ഇവളുടെ ഒരു കാര്യം.